നമസ്കാരം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ ഹൈവേയിലൂടെയാണ്. നമ്മൾ ഏകദേശം നാഗർകോവിൽ എത്താറായി. ആ സമയത്ത് ഒരു നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഇറങ്ങിയതാണ്. ഒരു കരിക്കൊക്കെ കുടിച്ച് നിന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഇതാണ്. തമിഴ്നാട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ചെറുതും വലുതുമായ കാഴ്ചകളെല്ലാം ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. നല്ല കിടിലൻ വയലോരങ്ങളും അങ്ങ് അകലെ കാണുന്ന മലനിരകളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് അരൽവായ് മൊഴിയിലേക്കാണ്. അതായത് അരൽവായ് മൊഴി എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ തന്നെ ഒരു മുരുകൻ അമ്പലമുണ്ട്, ഒരു മലയ്ക്ക് മുകളിൽ. അതുകൂടാതെ തന്നെ വിൻമില്ലുകളുടെ ഒരു ഗ്രാമം കൂടിയാണ്. അതായത് അരൽവായ് മൊഴി, മുപ്പന്തൽ, അതുപോലെ കാവൽക്കിണർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ ഏകദേശം നാഗർകോവിൽ നമ്മുടെ നഗരസഭ പരിധിക്കകത്തേക്ക് കടന്നു കഴിഞ്ഞു. സോ ഇതൊരു നാഗർകോവിൽ നഗരസഭ പരിധിക്കകത്താണെങ്കിലും കാണുന്ന കാഴ്ചകളെല്ലാം നല്ല രസമാണ്. അപ്പുറം രണ്ട് സൈഡിലും കൃഷി സ്ഥലങ്ങളാണ്. ഒരു സൈഡിൽ കൃഷി സ്ഥലവും ഒരു സൈഡിൽ ഇവർ തമിഴ്നാട്ടുകാർ ഈ വെള്ളം റിസർവ് ചെയ്ത് വയ്ക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കുളങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫുള്ള് മലനിരകളും പച്ചപ്പും ഹരിതാഭയൊക്കെയാണ്. ഒരു വല്ലാത്തൊരു കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം കാണുന്നത്. നമ്മൾ അരൽവായ് മൊഴിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിൻമില്ലിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഏറ്റവും വലിയ വിൻമിൽ ഫാമാണിത്. അതായത് കരയിൽ സ്ഥിതി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിൻമിൽ ഫാം. അപ്പോൾ നമ്മൾ അരൽവായ് മൊഴിയിലാണ് ഇത് തുടങ്ങുന്നതെങ്കിലും നമ്മൾ കാറ്റാടികൾ കാണാൻ കഴിയുന്നതെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് മുപ്പന്തൽ, അതുപോലെ തന്നെ കാവൽക്കിണർ, ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു വിൻമിൽ ഫാമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അരൽവായ് മൊഴി ചുരം എന്ന് പറയും. അതായത് പശ്ചിമഘട്ട മലനിരകളിലെ വിടവായിട്ടുള്ള അരൽവായ് മൊഴി ചുരത്തിലാണ് ഈ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഈ കാറ്റാടിപ്പാടമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പന്തൽ, അതുപോലെ തന്നെ കാവൽക്കിണർ, ഇങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നത്. നമ്മളിപ്പോൾ അരൽവായ് മൊഴി ടൗണിലെത്തിയിട്ടുണ്ട്. ടൗൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ടൗണൊന്നുമല്ല, ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു പട്ടണമോ അല്ലെങ്കിൽ സിറ്റിയോ പോലുള്ള വലിയൊരു സെറ്റപ്പൊന്നുമല്ല. കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു പ്രദേശം, ഒരു ഒറ്റപ്പെട്ട തുരുത്തിലുള്ള ഒരു ചെറിയൊരു പ്രദേശം പോലെയാണ്. ഈ വരുന്ന വഴികളൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കിടിലം കാഴ്ചകളാണ് കേട്ടോ. അത് ഫുള്ള് ഉൾപ്പെടുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ 2-3 മണിക്കൂർ വയ്ക്കേണ്ടി വരും. അത്രയ്ക്ക് കിടിലം കാഴ്ചകളുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമുണ്ട്, ഒരു മുരുകൻ മല. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിലോട്ടുള്ളൊരു ട്രക്കിംഗ് എന്ന് പറയുന്നത് അരൽവായ് മൊഴി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു വഴിയാണ്. നമ്മളിപ്പോൾ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അധികം അകത്തോട്ട് കയറാതെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി ഇട്ടിട്ട് നടന്നു പോകുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ഏകദേശം ഈ ഒരു മലയുടെ അടിവാരത്ത് എത്തുന്ന സമയത്ത് ഈ വലിയ കാറിനൊന്നും തിരിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബൈക്കായതുകൊണ്ടാണ് കുറേ കൂടെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ കാറിലാണ് വരുവാണെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ഈ മലയുടെ എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ വരിക, വണ്ടി എവിടെയെങ്കിലും ബൈക്കിലാണ് വരുന്നതെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കുക, മുകളിലോട്ട് കയറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഈ കയറുന്ന ഇത്രയും ഭാഗം മാത്രമേ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട സ്ഥലമുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് നല്ല കടുപ്പമുള്ള വഴിയാണ്.
നമ്മൾ ഈ കയറ്റം കയറി ജസ്റ്റ് തുടങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടത്. ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അതായത് നമ്മുടെ അരൽവായ്മൊഴി നമ്മൾ നേരത്തെ പോയ പട്ടണം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള ഫുള്ള് വിൻമില്ലിൻ്റെ ഒരു വലിയൊരു ക്യാൻവാസ് പോലുള്ള ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഓരോ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഹൈറ്റിൽ ചെന്ന് നോക്കുമ്പോഴും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഇത് രണ്ടാമതൊരു വ്യൂ പോയിന്റ് നിന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ വൈഡറായിട്ടുള്ളൊരു സീനാണ് കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുപ്പന്തൽ, അതുപോലെ കാവൽക്കിണർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള കാറ്റാടിപ്പാടങ്ങളും അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നമുക്ക് എത്രത്തോളം ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ആ ഒരു ഇത് കിട്ടുമെന്ന് അറിയത്തില്ല. അത് നമ്മൾ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കയറി പോകുന്ന വഴികളെല്ലാം ഇങ്ങനത്തെ വഴികളാണ്. അപ്പോൾ ഇതാണ് ഒരു മലയുടെ ഒരു ഭാഗം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. താഴോട്ടേക്ക് നമ്മൾ കയറി വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. നമ്മൾ ഈ ഒരു മലയുടെ ഭാഗത്തേക്കാണ് വീണ്ടും കയറി പോകുന്നത്. കയറി പോകുന്ന സ്ഥലമെല്ലാം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഫുള്ള് പാറയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്, പുല്ലും പാറയായിട്ട്. ഇത്രയും ചെങ്കുത്തായ ഒരു വലിയൊരു മലയാണ്. അപ്പോൾ ഈ മലയുടെ ഏറ്റവും മുകളിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പം അതിന് നമുക്ക് കാണുന്ന ഈ പോസ്റ്റുകൾ നോക്കി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം നല്ല വെയിലുള്ളൊരു സമയമൊക്കെ ആണെങ്കിൽ നല്ല കടുപ്പമുള്ളൊരു ട്രക്കിംഗ് ആണ്. ഇതൊരു മൂന്നാമത്തെ ഒരു വ്യൂ പോയിന്റ്, കുറച്ചുകൂടെ മുകളിലെത്തിയപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒരു ക്യാൻവാസ് കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു കിടിലനൊരു കാഴ്ചയാണ്. ഇത് കുറച്ച് പാടുള്ളൊരു ട്രക്കിംഗ് ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലമാണ്. ആളും പേരൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും ഒറ്റ മനുഷ്യർ കാണില്ല. ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് വരേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ്. എനിക്ക് മഴ സമയത്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ചിലപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ്, ഇതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. പിന്നെയും കിടപ്പുണ്ട്. കാരണം ആ ഒരു പോസ്റ്റിൻ്റെ ലൈനാണ് ഇതിൻ്റെ നമുക്ക് വഴികാട്ടുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇനി എത്ര ദൂരമുണ്ട്, എവിടെയാണിത് ഏകദേശം സ്ഥിതി ചെയ്യുന്നത്.
ഇത് ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഓരോ വ്യൂ പോയിന്റിലെത്തുമ്പോഴും വ്യത്യസ്തമായ വ്യൂവിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. താഴോട്ടുള്ള അരൽവായ്മൊഴി ടൗണും അതിന് ചുറ്റുമുള്ള കാറ്റാടിപ്പാടങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ. പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് ഈ മലയുടെ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഫുള്ള് കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ മലയിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ കാണുന്ന ഈ കാറ്റാടി പാടങ്ങളുടെയൊക്കെ ആകെ ഉൽപ്പാദനശേഷി എന്ന് പറയുന്നത് 1500 മെഗാവാട്ടാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഉൽപ്പാദന നിരക്കുകളൊന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ കാറ്റാടി പാടങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ളതല്ല, സ്വകാര്യ വ്യക്തികളുടെയും അതായത് സ്വകാര്യ കമ്പനികളുടെയും ഈ കാറ്റാടികളും ഈ ഒരു പാടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും സ്വകാര്യ ഉടമസ്ഥതയിലോട്ട് ആയിട്ട് ഏകദേശം 3000-ലധികം കാറ്റാടികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ കാറ്റാടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാറ്റാടികൾക്ക് 200 കിലോ വാട്ട് മുതൽ 1650 കിലോ വാട്ട് വരെ ഉൽപ്പാദന ശേഷിയുള്ള കാറ്റാടികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിച്ച് കയ്യിലോ ബാഗിലോ വച്ചേക്കണം. കാര്യം ഭയങ്കര ഇതാണ്, നമ്മുടെ കയ്യിൽ വെള്ളമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. വെള്ളദാഹവും ഭയങ്കര കാര്യമാണ്. പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് അളന്നു പോകും. ഇത് ബാക്കിലുള്ള കാഴ്ചയാണ്, കിടിലൻ കാഴ്ചയാണ് കേട്ടോ. വരുമ്പം അതിൻ്റെ നമ്മൾ വന്ന് ഇത്രയും കഷ്ടപ്പെടുന്നത് വെറുതെ ആവില്ല, പക്ഷേ ഭയങ്കര ടഫാണ്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കിടിലം സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അങ്ങെത്ത് കയറി കംപ്ലീറ്റ് ആക്കുമെന്ന് അറിഞ്ഞൂടെ. ഒന്നാമത്തെ കാര്യം ഏകദേശം 5:45. പിന്നെ നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല മഴ പെയ്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചറിയണ കാര്യം പാടായിരിക്കും. ആ ഒരു കാര്യം കൊണ്ട് ഇനിതാ ജസ്റ്റ് അത്രയും ഭാഗം കൂടെ ഉള്ളൂ കയറാൻ വേണ്ടിയിട്ട്. അപ്പം സാഹചര്യം എങ്ങനെയാണ് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടതെന്ന് നോക്കാം. വളരെ അങ്ങ് അടുത്തെത്തി. പക്ഷേ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറച്ച് നേരത്തെ വരണം. കാര്യം മഴയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകാതിരിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ വരണം. ഇതാണ് താഴോട്ടുള്ള കാഴ്ച. താഴോട്ട് നല്ല ഒന്നാമത് നമ്മൾ ഫോണിലുള്ള വ്യൂസൊന്നും അല്ല, അല്ലെങ്കിൽ ക്യാമറയിൽ കാണുന്നത് പോലെ അല്ല. ഭയങ്കര രസമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചയാണിത് കേട്ടോ. നമ്മൾ ഏകദേശം ടോപ്പ് എത്താറായി. നല്ല മഴയും വരുന്നുണ്ട്. 6 മണിയായി, നേരത്തെ പറഞ്ഞതുപോലെ 5:45. നോക്കട്ടെ, മാക്സിമം മുകളിൽ ഇതുവരെ എത്തിയിട്ട് മുകളിൽ കയറിയില്ലെങ്കിൽ നഷ്ടമാണ്. അതുകൊണ്ട് 2 മനസ്സിലാണ് ഞാൻ നിൽക്കണേ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ എത്തിയതാണ് കേട്ടോ. നല്ല കിടിലം വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഇനി ഇത്രയും ദൂരം ഉണ്ട്, നമുക്ക് കയറി നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഒരു ഭയങ്കര ഒരു ഇതായിപ്പോൾ നമ്മളതാണ്ട ഇത്രയും ദൂരം കയറി വന്നതാണ്. ആ ഒരു സ്ഥലത്തുനിന്ന് കയറി ഇത്രയും ദൂരം വന്നതാണ്. ഈ ലൊക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ലൊക്കേഷനാണ്. പക്ഷേ ഇതുവരെ എത്തിപ്പെടുന്ന ഭയങ്കര പാടാണ്. പിന്നെ വെള്ളം, ഒരു കുപ്പി വെള്ളമില്ലെങ്കിൽ നമ്മൾ ഏകദേശം ഇതായിപ്പോൾ ഒട്ടും ഇതല്ല, വെള്ളം കുടിച്ചേ കയറാൻ പറ്റും. പക്ഷേ നമ്മൾ വെള്ളം എടുത്തില്ല, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല കാറ്റ്, അടിപൊളിയാണ്. പക്ഷേ ഏകദേശം 6 മണിയാകുമ്പോഴായി. ഇപ്പം മോളറ്റം വരെ എത്താൻ പറ്റുമെന്ന് അറിയണം. ഇത് കുറച്ചുകൂടെ കാണിക്കുന്നുള്ളൂ, പക്ഷേ അത്രയ്ക്കും ക്ഷീണിച്ചും പോയി. രണ്ടാമത് നല്ല മഴക്കാറ്,
മഴക്കാർ കോട അടിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മഴവെല്ലാം പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചിറങ്ങുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ഒറ്റ മനുഷ്യരില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഒരു സേഫ് അല്ലാത്തൊരു ഫീലിങ്ങും കൂടെ ഉണ്ട്. അതായത് വേറെ സഹായത്തിനോ മറ്റൊന്നോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇനി കുറച്ചുകൂടെ ഉള്ളൂ കയറാൻ. അങ്ങനെ നോക്കുമ്പോൾ കയറിയിട്ട് ഇറങ്ങിയാലോ അങ്ങനെ 2-3 ചിന്തകളിലിങ്ങനെ ഇരിക്കുകയാണ്. കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമാണ്. നല്ല കാറ്റും നല്ല രീതിയിൽ മഴക്കാറും വരുന്നുണ്ട്. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാര്യം പെട്ടെന്ന് ഇറങ്ങണം. കാര്യം നല്ല കാറ്റും നല്ല ഒന്നാന്തരം മഴയും വരുന്നുണ്ട്. വരുന്ന സമയത്ത് തീർച്ചയായും കുറച്ച് നേരത്തെ വരണം. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല കാറ്റും മഴയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ദുർഘടം പിടിച്ച വഴികളാണ്. ചില സമയത്ത് വഴികൾ പോലുമില്ല. തുടർന്ന് വെള്ളവും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചറുക്കിയടിച്ച് വീഴും. വീണ് കഴിഞ്ഞാൽ പോലും ആരും കാണത്തില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. അത്രയ്ക്കും വിജനമായ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. 6 മണി അടുപ്പിച്ചായി, 5:50 പിന്നെ നമ്മളെന്തായാലും ഇനി തിരിച്ച് ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ച്. വളരെ കുറച്ചും കൂടെ ഉണ്ടാകുന്നുണ്ട് അമ്പലത്തിൻ്റെ അവിടെ എത്താൻ. പക്ഷേ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. സോ ഭയങ്കര വർത്തായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വരാൻ വേണ്ടിയിട്ട് നല്ല കിടിലമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ ചില സമയത്ത് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പ്രശ്നമാകുമ്പോഴാണ് പ്രശ്നം. നല്ല മൂടിക്കെട്ട് വരുന്നുണ്ട്. നല്ല കർമ്മയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളിനി താഴോട്ട് എത്തിയിട്ട് പറ്റുമെങ്കിൽ സംസാരിക്കാം. താഴെ പോയ ഉടനെ എവിടെയെങ്കിലും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ നല്ല രീതിയിൽ തല ഇറങ്ങണം. അപ്പം വെള്ളമൊക്കെ കയ്യിൽ കരുതി വരണം, സേഫായിട്ട് വരണം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അരുൾവായ്മൊഴിയുടെ ഇതൊക്കെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മഴ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ യാത്രാ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.